ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ HTML ടേബിൾ ആണ് കേട്ടോ. കാരണം HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പലർക്കും അറിയത്തില്ല. കാരണം പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അത് ഒരു ടേബിൾ ക്രിയേറ്റ് യൂസിങ് HTML ഉപയോഗിച്ചിട്ടാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. SQL അല്ല, HTML കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. HTML ഫസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റം മക്കൾ എന്താ, ടേബിൾ ടാഗിനുള്ളിൽ ഉപയോഗിക്കുന്ന ടാഗ്സുകൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് TR ടാഗ്. എന്താടാ TR ടാഗ്? ഓക്കേടാ TR ടാഗ് എന്നാണ്. TR ടാഗ് അല്ലേ? അപ്പൊ TR ടാഗ് അല്ലേടാ ഫസ്റ്റ് ടാഗ് അല്ലേ? നമുക്ക് റോ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗ് മക്കൾ എന്താ, TR ടാഗ് എന്ന് പറഞ്ഞല്ലേ. നെക്സ്റ്റ് വൺ ഇസ് TH ടാഗ്. നമുക്കൊരു ഹെഡിങ്, എന്താണ് ഹെഡിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് അത് TH ടാഗ്. നെക്സ്റ്റ് വൺ ഇസ് TD എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ അഥവാ കണ്ടന്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ആയിരിക്കും നമുക്ക് എന്ത്, TD ടാഗ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ TR ടാഗ്, TH ടാഗ്, TD ടാഗ്, 3 ടാഗ്സുകൾ നമുക്ക് പഠിക്കാറുണ്ടല്ല. അപ്പൊ ടേബിൾ ടാഗിനുള്ള 3 സബ് ടാഗ്സുകൾ TR ടാഗ്, TH ടാഗ്, TD ടാഗ്. അപ്പൊ 3 ടാഗ്സുകൾ പഠിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് നോക്കാടാ. ഫസ്റ്റ് നമുക്ക് എന്താണ്, ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യടാ, ഇവിടെ ആദ്യം ആ ടേബിളിലോട്ട് നോക്ക്, സൂക്ഷിച്ചു നോക്കുക. എല്ലാവരും സൂക്ഷിച്ചു നോക്കടാ, സൂക്ഷിച്ചു നോക്കി അല്ലേ. അപ്പൊ ഇവിടെ വെക്കാം. ആദ്യമായിട്ട് ആ ടേബിൾ നോക്കുക. ഓക്കേടാ, ആദ്യമായിട്ട് ടേബിൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് സാറേ? റോൾ നമ്പറും കാണുന്നുണ്ട്, നെയിം കാണുന്നു, അല്ല വേറെ കാണുന്നില്ലേ. അപ്പൊ ഇതോടെ റോൾ നമ്പർ, നെയിം 1 ആലിയ 2 ആരും കാണുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ ആണെങ്കിൽ റോൾ നമ്പർ, നെയിം എന്താടാ, ഹെഡിങ് ആണ് അല്ലേ. അതെങ്ങനെ എനിക്ക് മനസ്സിലായി, സാറ് മനസ്സിലാടാ. അവിടെ ബോൾഡായിട്ട് കൊടുത്തേക്ക് എന്താടാ, ഹെഡിങ് ആയിരിക്കും. ഒരു ടേബിളിൽ ബോൾഡ് ലെറ്റേഴ്സ് കൊടുക്കുന്നതായിരിക്കടാ ഹെഡിങ് ആയി. ബോൾഡായിട്ട് കേട്ടോ, ബോൾഡ് ലെറ്റേഴ്സ് നല്ല കട്ടിങ് കൊടുക്കുന്നതായിരിക്കടാ ഹെഡിങ് ആയിരിക്കും അല്ലേ. ബാക്കിയെല്ലാം ബോൾഡ് അല്ലാത്ത ലെറ്റേഴ്സിലെ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ വെക്കാം. അപ്പൊ ഇതാണ് ഒരു ടേബിൾ. ഓക്കെ, എപ്പോഴും ടേബിൾസ് ഇൻസെർട്ട് ചെയ്യുന്ന റോ വൈസ് ആയിരിക്കും. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇവിടെ വെക്കാം. ആദ്യം HTML ഓപ്പൺ ചെയ്തു. ഓക്കെ, ദെൻ ഹെഡ്, ദെൻ ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ഓപ്പൺ ചെയ്തു, എന്നിട്ട് ടേബിൾ ബോണിന്റെ തിക്നെസ് 1 കൊടുത്തടാ. എന്നിട്ട് എന്താണ്, ഫസ്റ്റ് റോ ഓപ്പൺ ആക്കി. ഫസ്റ്റ് റോ ഓപ്പൺ ആക്കി അല്ലേ. ഫസ്റ്റ് റോ ഓപ്പൺ ആക്കിയല്ലോടാ. ഫസ്റ്റ് റോ ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റ് റോയിൽ കിടക്കുന്ന എന്തൊക്കെയാണ് ഉള്ളത്? റോൾ നമ്പർ, നെയിം, എന്താടാ, ഹെഡിങ് ഇല്ലയോ. ഫസ്റ്റ് റോൾ നമ്പർ അല്ലേ, ഫസ്റ്റ് കണ്ടെന്താണ് റോൾ നമ്പർ അല്ലേ. അപ്പൊ TH ടാഗ് കൊടുത്തു, റോൾ നമ്പർ അല്ലേ. കാരണം റോൾ നമ്പർ ഹെഡിങ് ആണ്. ഹെഡിങ്ങിന് പോയി ടാഗ് ചെയ്തടാ, ഹെഡ് ടാഗ് ചെയ്തടാ TH ടാഗ് അല്ലേ. അപ്പൊ TH ടാഗ് ഓപ്പൺ ചെയ്തു, റോൾ നമ്പർ കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കടാ. നെക്സ്റ്റ് അതേ സെയിം റോ തന്നെ. റോ ക്ലോസ് ചെയ്തില്ല, നമ്മൾ റോ ക്ലോസ് ചെയ്യുകയില്ല കേട്ടോ. അപ്പൊ ഇവിടെ വെക്കാം. TH ടാഗ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ദെൻ നെയിം കൊടുത്തു, TH ടാഗ് ക്ലോസ് ചെയ്തു. ക്ലിയർ? ദെൻ ആ റോ ക്ലോസ് ചെയ്തു മക്കളെ. അപ്പം ആ റോ കഴിഞ്ഞു, ആ റോയുടെ കളി കഴിഞ്ഞു. ഇനി അടുത്ത റോ ഇല്ലടാ. ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്തു മക്കളെ. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് കണ്ടതാ 1 എന്താ മക്കളെ, ഹെഡിങ് ആണോ? അല്ല, ഹെഡിങ് അല്ല, അത് കണ്ടന്റ്. അപ്പൊ തിരിക്കടാ, 1 കൊടുത്തു, TD കൊടുത്തു, 1 കൊടുത്തു, TD ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത് നോക്കടാ. 1 ആലിയ അല്ലടാ, ആ സെയിം റോ തന്നെ അല്ലേ. ആ സെയിം റോ കഴിഞ്ഞിട്ടില്ലല്ലോ. ദെൻ ആലിയ, TD കൊടുത്തു, TD ക്ലോസ് ചെയ്തു. ദെൻ TR ടാഗ് ക്ലോസ് ചെയ്തടാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത റോ. ഓക്കെ, നെക്സ്റ്റ് റോ ഓപ്പൺ ആക്കിയിട്ട് എന്താടാ, ഓക്കെ, 2 അരുണല്ലടാ. 2 അരുണല്ലടാ മക്കളെ. 2 അരുൺ അല്ലേ. അപ്പൊ 2 എന്താണ്, അത് ഹെഡിങ് ആണോ ഡേറ്റ ആണോ? ഡേറ്റ ആണ് അല്ലേ. അപ്പൊ എന്താ, TD ടാഗ് ഓപ്പൺ ചെയ്തു, 2 കൊടുത്തു, TD ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് സെയിം റോ, അടുത്ത റോ അല്ല, അടുത്ത കോളം കേട്ടോ. ദെൻ അടുത്ത കോളം എന്താണ്, TD ഓപ്പൺ ചെയ്തു, അരുൺ കൊടുത്തു, TD ക്ലോസ് ചെയ്തു. ദെൻ ആ റോ ക്ലോസ് ചെയ്തു. ഇനി റോസ് വല്ലതുണ്ടോ? ഇനി റോസ് വരണം മക്കളെ. ഇനി ഒരു റോസ് ഇല്ല അല്ലെ. ഇനി ഒറ്റ റോസ് വരും അല്ലേ. കാരണം നമ്മൾ TR ടാഗ് കൊടുത്ത് ഓപ്പൺ ചെയ്തു. പിന്നെ ആണെങ്കിൽ എല്ലാ ഓരോ റോസും കൊടുക്കുന്നുണ്ട്. TR ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തോ. അപ്പം ഒരു റോ അവസാനിക്കുമ്പോൾ TR ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത റോ തുടങ്ങുമ്പോൾ വീണ്ടും TR ഓപ്പൺ ചെയ്യുക. ആ ഒരു പരിപാടി ഓർത്താൽ വേറെ ഒന്നും. ഹെഡിങ് ആണെങ്കിൽ TH ടാഗും, ആ ഡേറ്റ ആണെങ്കിൽ TD ടാഗ്. വേറെ ഒരു കാര്യം ഓർക്കണ്ട. ഹെഡിങ് തിരിച്ചറിയാൻ മാർക്കുന്നതാ. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ബോൾഡായിട്ട് കൊടുക്കുന്നതായിരിക്കും ഹെഡിങ് ആയിരിക്കും. ഓക്കെ, ആ ടേബിളിൽ ബോൾഡായിട്ട് കൊടുക്കുന്നതായിരിക്കും ഹെഡിങ് ആയിരിക്കും. ക്ലിയർ ആടാ. ഓക്കെ ആടാ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിങ്ങൾ പഠിക്കാൻ പോയ വലിയ നഷ്ടം കേട്ടോ. ഓക്കേടാ. അപ്പൊ ബൈ, സീ യു.